അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയതായിരുന്നു ആന്റണി രാജു. പക്ഷേ ഈ തൊണ്ടി മുതൽ തിരിമറി കേസിൽ ആന്റണി രാജുവിന് അവിടെയും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ശിക്ഷാവിധിക്ക് സ്റ്റേ ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി അടയുകയാണ് എന്നതിന്റെ കൂടി സൂചനയായതിനെ കാണേണ്ടി വരില്ലേ? സ്മൃതി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം നമുക്കറിയാം, ഈ തൊണ്ടി മുതൽ തിരിമറി കേസ് വന്നതിന് പിന്നാലെ അത് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടതിന് പിന്നാലെ അതിന് മറികടക്കാൻ വേണ്ടി മേൽക്കോടതിയിൽ നിരന്തരം അപ്പീൽ നൽകിയ ആന്റണി രാജുവിന് പിന്നീട് തിരിച്ചടി ലഭിക്കുന്നതാണ്. ഏറ്റവും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് ഈ കോടതി വിധി തിരിച്ചടിയാകുന്നുണ്ട്. ആ സ്ഥാനാർത്ഥിത്വം പോലും അല്പസമയത്തേക്ക് മാറ്റിവെക്കാൻ LDF തയ്യാറായിരുന്നു. പക്ഷേ അവിടെയും ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ട് പിന്നാലെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായില്ല. പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി കിട്ടുന്നത്. ശിക്ഷാവിധി മരവിപ്പിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി തീരുമാനം എടുത്തോടുകൂടി തന്നെ ഇനി അടുത്ത കാലത്തൊന്നും റോഷിപാൽ, ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടം വരെയും കോടതിയിൽ നിന്നൊരു അനുകൂല തീരുമാനം പ്രതീക്ഷിക്കുകയായിരുന്നു ആന്റണി രാജു എന്നുള്ളതാണ്. പക്ഷേ അത് സംഭവിച്ചില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവുകയാണ്. ഇപ്പോൾ മുന്നണിയിൽ ആന്റണി രാജുവിന്റെ പാർട്ടിയിൽ ആന്റണി രാജു എന്നൊരു നേതാവിന് മാത്രമാണ് ഇപ്പോൾ ഒരു പ്രാധാന്യം ലഭിച്ചിട്ടുമുള്ളത്. അപ്പോൾ ആ പാർട്ടിയുടെയും ആന്റണി രാജുവിന്റെയും രാഷ്ട്രീയ ഭാവിക്കേറ്റ ഒരു തിരിച്ചടിയായി ഈ വിധിയെ കാണേണ്ടി വരില്ലേ റോഷിപാൽ? സ്മൃതി, തീർച്ചയായും ആന്റണി രാജുവിന് കനത്ത തിരിച്ചടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക്. കാരണം ആന്റണി രാജു അല്ലാതെ ആ പാർട്ടിയിൽ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കളൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ CPM ഒരു സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇറക്കിയത്. കാരണം അവസാന ഘട്ടം വരെ ശിക്ഷാവിധി മരവിപ്പിക്കാനുള്ള ശ്രമം, അതിൻ്റെ ഭാഗമായുള്ള നിയമ പോരാട്ടം ആന്റണി രാജു നടത്തിയെങ്കിലും അനുകൂലമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ സാധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ഭാവിയാണ് ഇവിടെ തുലാസിലായിരിക്കുന്നത് ഈ സുപ്രീം കോടതി വിധിയോടെ. ഇനി എന്ത് തരത്തിലുള്ള പോരാട്ടമാണ്, ഇനി എന്താണ് സാധ്യത എന്നുള്ളതാണ് ആന്റണി രാജുവിന് മുന്നിൽ. ആന്റണി രാജുവിന് ഇനി മത്സരരംഗത്ത് പാർലമെന്ററി പൊളിറ്റിക്സിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ശരി.